ഇത് ഇന്നലത്തെ ബാക്കിയാണ് കേട്ടോ. റിന്യൂവൽ ഫെയിൽ പാർട്ട് 2. തിങ്കളാഴ്ചയാണ് വണ്ടി ടെസ്റ്റിന് കാണിക്കുന്നത്. അപ്പൊ നമ്മളെ വണ്ടിന്റെ പണി എടുക്കുന്ന പ്രതാപേട്ടൻ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. തലശ്ശേരി പോകുന്ന വഴിക്ക് വൈഫിനെ വീട്ടിലാക്കിയിട്ട് വണ്ടിന്റെ ഡോക്ടർ ഉണ്ടോ എന്ന് നോക്കാൻ പോയതാ. മൂപ്പരെ കണ്ടിക്ക് നമ്മളെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നമുക്ക് സെറ്റ് ആക്കാം. ഇന്ന് ജുമ ഉള്ളതുകൊണ്ട് തന്നെ വേഗം പൊരുക്ക് പോയിട്ട് ഉതു കൊടുത്തിട്ട് വള്ളി പോകുന്നു. ഒട്ടും ഇറങ്ങിയപ്പോൾ സാജിനെ കിട്ടി. പിന്നെ ഓനപ്പം അങ്ങ് പോയി. ജുമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി തന്നെ കേട്ടോ. ചോക്കോബാർ തിന്നാൻ പോലെ വേറെ എവിടെയല്ല, നമ്മളെ സ്വന്തം ഗംഗാട്ടന്റെ എവിടെയല്ല. നമ്മളെ നാട്ടിൽ ഗംഗാട്ടനെ അറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. അതാണ് നമ്മളെ ഗംഗാട്ടന്റെ പവർ. വെറൈറ്റി ആയിട്ടുള്ള ചോക്കോബാർ ടെസ്റ്റിംഗ് എന്ന്. അപ്പോഴത്തേക്ക് നമ്മളെ ഷിയാബ് ഖാനെ കണ്ട്. ഷിയാബ് ഖാനെ അറിയാത്ത ഒരു കുട്ടി പോലും ഈ പഞ്ചായത്തിൽ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഒരാളാണ് ഷിയാബ് ഖാൻ. മുപ്പരോട് 2 വർത്താനം മറ്റേ മുപ്പരങ്ങ് പോയി. ചോക്കോബാറിലും തിന്നിട്ട് പോകുമ്പോഴത്തേക്ക് റിച്ചുവിനെ കണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടാണ് മെയിൻ പരിപാടി. വണ്ടിന്റെ അത്യാവശ്യം ഒറിജിനൽ പാർട്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പെയിന്റിംഗ് ചെയ്ത് പക്ക പെർഫെക്റ്റ് ആയിട്ട് 1.5 വർഷമായിട്ട് സ്കിൻ റാപ്പ് ചെയ്ത് വെച്ചൊരു മുതലായത്. ഇനിയാണ് ശരിക്കും നമ്മളെ ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. പെയിന്റിംഗ് ഒരൊറ്റ കംപ്ലൈന്റ് ഇല്ല, അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കി. ഇനി ഈ സാധനം കൊണ്ട് തലശ്ശേരി പോലാണ് ടാസ്ക്. ഈ ഒരു മിഷൻ ഒറ്റയ്ക്ക് തീർക്കണമെന്ന എന്റെ വാശി. അത് ഒടുക്കത്തെ വാശിയാന്ന് പിന്നെ മനസ്സിലായത്. എന്നാലും മാക്സിമം ഞാൻ ഒതുക്കി കെട്ടി കേട്ടാ. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ 1-2 പാർട്സ് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അവസാനം പ്രതാപേട്ടന്റെ ഐഡിയ വെച്ചിട്ട് സംഭവം സെറ്റ് ആക്കി തന്നു. ഇവിടെ വന്നപ്പോ വേറൊരു ബ്രോനെ പരിചയപ്പെട്ടു. എന്നിട്ടായിരുന്നു കുറച്ച് വർത്താനം വന്നിട്ട് നമ്മൾ കൈ കൊടുത്തിട്ട് പിരിഞ്ഞു. വണ്ടിന്റെ പണി ഏകദേശം പൂർത്തിയായിട്ടോ. അങ്ങനെ ഡിസ്ക് മാറ്റിയിട്ട് നമ്മൾ ഡ്രമ്മിലേക്ക് ചേഞ്ച് ആക്കി. ഇതാണ് നമ്മളെ വണ്ടിന്റെ ഫൈനൽ ലുക്ക്. ഇനി തിങ്കളാഴ്ച ടെസ്റ്റും കൂടി കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ വിശേഷങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. ടെസ്റ്റ് കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനമില്ല. അപ്പൊ ഇന്ന് ഇത്രയ്ക്കുള്ള കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.